ഒത്തിരി സന്തോഷത്തോടെ കണ്ണു തുറന്നൊരു ദിവസമാണ് കേട്ടോ ഇത്. ഡിസംബർ 24-ാം തീയതിക്കത്തെ വീഡിയോയാണ്, നമ്മുടെ ക്രിസ്മസിൻ്റെ തലേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പം ഒത്തിരി സന്തോഷമുണ്ട് മനസ്സിൽ. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പല കാരണങ്ങളുണ്ട്. അതിലെ ഒരു കാരണം, മെയിനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് എൻ്റെ ഉണ്ണിക്കുട്ടനും പപ്പയും മമ്മിയും വരുന്നുണ്ടെന്നുള്ളതാണ്. ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് അവർ വരുന്നു. പിന്നെ ഓഫ് കോഴ്സ് ക്രിസ്മസ് ആണ്. ഒരു രാത്രിയും കൂടെ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഒരു പകൽ കഴിഞ്ഞ് രാത്രി ആകുമ്പോഴത്തേക്കിന് ക്രിസ്മസ് ആണ് എന്നുള്ളൊരു സന്തോഷം. അപ്പോൾ രാവിലെ കണ്ണ് തുറന്ന് വന്നിട്ട് ആദ്യം ചെയ്ത പണി എന്ന് പറയുന്നത് എൻ്റെ ഉണ്ണിക്കുട്ടൻ്റെ ഈ വണ്ടി ചാർജ് ചെയ്യാൻ ഇട്ടു എന്നുള്ളതാണ് കേട്ടോ. കാരണം ഇത് ചാർജ് ഇല്ല എന്നുണ്ടെങ്കിൽ അവൻ വരുമ്പോഴത്തേക്കിനും എന്നോട് വഴക്കുണ്ടാക്കും. അത് ഇതിന് മുന്നേ എനിക്ക് 1-2 പ്രാവശ്യം അനുഭവം ഉണ്ട്. അതുകൊണ്ട് രാവിലെ തന്നെ ചാർജ് ചെയ്യാൻ ഇട്ടു. അവൻ വരുമ്പോഴത്തേക്കിനും ഫുൾ ചാർജ് ആയിക്കോട്ടെ എന്ന് ഓർത്തിട്ട് അങ്ങനെ ഇത് ചാർജിങ്ങിനൊക്കെ ഇട്ടു. ഇനി അടുത്ത പണികളൊക്കെ തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഓർത്തെന്നാൽ പിന്നെ രാവിലെ ഒന്ന് കുളിച്ചിട്ടൊക്കെ ആട്ടെ, ഒന്ന് ഫ്രഷ് ആയേക്കാം എന്ന് വിചാരിച്ച് അങ്ങനെ നേരെ വണ്ടി ചാർജ് ചെയ്യാൻ ഇട്ടിട്ട് നേരെ ബാത്റൂമിലോട്ട് പോയി പല്ലുതേപ്പും കുളിയും എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ വന്നതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ച് തുണിയും കഴുകാനുണ്ടായിരുന്നു. അത് ഞാൻ പുറത്തൊക്കെ പോകുമ്പോൾ ഇടുന്ന ഡ്രസ്സുകൾ ബാത്റൂമിൽ വെച്ചിട്ട് തന്നെ അലക്കാറാണ് പതിവ്. കാരണം അതിൽ ചെളിയൊന്നും ഇല്ലല്ലോ, ജസ്റ്റ് വേർപ്പ് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അത് ബാത്റൂമിൽ വെച്ചിട്ട് ഞാൻ രാത്രിയാണെങ്കിൽ രാത്രി അങ്ങനെ അങ്ങ് കഴുകി എടുക്കാറാണ് പതിവ്, എനിക്ക് സമയം കിട്ടുന്ന പോലെ. അപ്പോൾ വെയിലാകുന്നതിന് മുന്നേ തുണി അങ്ങ് വിരിച്ചേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്കിനും നമുക്ക് നന്നായിട്ട് ഉണങ്ങിയെടുക്കാൻ പറ്റും. അപ്പം മുടി ചീകാനുള്ള ചീപ്പും തുണിയെ കുത്താനുള്ള ക്ലിപ്പും ഒക്കെ ആയിട്ടാണ് കേട്ടോ ഞാൻ പുറത്തേക്ക് ഇറങ്ങി പോകാറ്. അതെ, ഇതേപോലെ തുണിയൊക്കെ എടുത്ത് കുടഞ്ഞ് വിരിച്ചിട്ടാണ് കേട്ടോ, കുടഞ്ഞിട്ടാണ് ഞാൻ എപ്പോഴും വിരിക്കാറ്. അപ്പോൾ അങ്ങനെ ഞാൻ ഈ വിരിക്കുന്ന തുണികൾ പിന്നീട് എനിക്ക് തേക്കേണ്ട ആവശ്യം വരാറില്ല കേട്ടോ. മാക്സിമം തുണികളും എനിക്ക് പിന്നെ അയൺ ചെയ്യേണ്ട ആവശ്യം വരത്തില്ല. കാരണം നമ്മളിങ്ങനെ തുണി വിരിക്കുന്നതിന് മുന്നേ നന്നായിട്ടൊന്ന് കുടഞ്ഞിട്ട് ഒന്ന് ലെവൽ ചെയ്ത് വിരിച്ച് കഴിഞ്ഞാൽ നമുക്കത് അങ്ങനെ തന്നെ ആ തുണി അവിടുന്ന് എടുത്ത് മടക്കി അലമാരിയിൽ വെക്കാൻ പറ്റും കേട്ടോ. എൻ്റെ ഒരു 90% തുണികളും എനിക്ക് തേക്കേണ്ട ആവശ്യം വരാറില്ല. പിന്നെ തീരെ ചുരുക്കം, അതായത് പശ മുക്കുന്ന തുണികൾ പോലും തേക്കാതെ ഇട്ടുകൊണ്ട് പോകാൻ എനിക്ക് പറ്റാറുണ്ട് കേട്ടോ. അപ്പോൾ എന്നെ എല്ലാവരും കളിയാക്കും, മുഴക്കോല് വേണം, നീളവും വീതിയൊക്കെ നോക്കി വിരിക്കാനെന്നൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കാറുണ്ട്. ഞാൻ കുറച്ച് ടൈം എടുത്ത് പണികൾ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഞാനിങ്ങനെ ചെയ്തു വരാൻ കുറച്ച് ലേറ്റാണ്. എന്നാൽ പോലും അത് ചെയ്യുമ്പോൾ ഭയങ്കര പെർഫെക്ഷനോടെ ചെയ്യണമെന്ന് നിർബന്ധമുള്ള ആളാണ് കേട്ടോ. അപ്പോൾ മുടിയും ചീകിയിട്ടുണ്ട്. കാരണം പുറത്ത് നിന്ന് മുടി ചീകുവാണെങ്കിൽ ഈ പെരക്കകത്തോട്ട് മുടി വീഴുന്ന ആ ഒരു ഇത് ഒഴിവാക്കാമല്ലോ. എന്നിട്ട് പോലും പെരക്കകത്ത് മൊത്തം മുടിയാണ് കേട്ടോ. ഇത്രയും മുടി എൻ്റെ തലയിൽ പോലും ഇല്ലല്ലോ എന്നുള്ളൊരു ചിന്ത അന്നേരമൊക്കെ വരാറുണ്ട്. അങ്ങനെ ഞാനൊരു കോഫി ഇട്ട് വെച്ചിട്ടുണ്ട്. കോഫി ഇട്ട് വെച്ചിട്ട് അതിൻ്റെ ആ ഒരു വലിയ ചൂടൊന്ന് ആറിക്കോട്ടെ എന്ന് വിചാരിച്ച് ആ സമയത്ത് എന്നാൽ അരി ഇടാനുള്ള വെള്ളമൊക്കെ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അരി തീർന്നിട്ടുണ്ടായിരുന്നു. അരി തീർന്ന് ഞാൻ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഒരു സാധനം തീർന്ന് കഴിഞ്ഞാൽ ആ ടിന്ന് കഴുകി ഉണക്കിയിട്ട് ഞാൻ വീണ്ടും അതിലേക്ക് ആ സാധനങ്ങൾ ഇട്ട് വെക്കാറുള്ളൂ. അപ്പം നമ്മുടെ ടിന്നൊക്കെ കഴുകി ഉണക്കി വെച്ചേക്കുമായിരുന്നു. അപ്പോൾ അത് അരി രാവിലെ എടുത്ത് ഞാൻ അതിനകത്ത് ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 5 കിലോ അരി ഇട്ടുമ്പോൾ ആ ടിന്നിൻ്റെ 3/4 ഭാഗമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അതിൽ നിന്ന് പിന്നെ കുറച്ച് അരി എടുത്ത് ചോറ് വെക്കാൻ വേണ്ടിയിട്ട് കഴുകുകയാണ്. അരി രാവിലെ അങ്ങ് ഇട്ടേക്കുവാണെങ്കിൽ പിന്നെ ആ ഒരു പണി തീരുമല്ലോ. അതൊന്ന് തിളച്ച് കഴിയുമ്പോൾ ഓഫ് ചെയ്തിട്ടാൽ അവിടെ കിടന്ന് ആ ചൂടുവെള്ളത്തിൽ കിടന്ന അരി വെന്തോളും. ഞാൻ അങ്ങനെയാണ് കേട്ടോ ചോറ് വെക്കുന്നത്. കാരണം വിറകടുപ്പല്ലല്ലോ, ഗ്യാസ് അടുപ്പല്ലേ. അപ്പം ഞാൻ ഈ റൈസ് കുക്കറിനകത്ത് വെക്കാറില്ല. റൈസ് കുക്കർ ഉണ്ടെങ്കിലും അതങ്ങനെ യൂസ് ചെയ്യാറില്ല. അപ്പം ഞാൻ ഇതേപോലെ അരി കഴുകിയിട്ട് അരി നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്കിനും അത് ഓഫ് ചെയ്തിടും കേട്ടോ. ആ സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്തിടും. പിന്നെ അത് ആ തിളച്ച വെള്ളത്തിൽ കിടന്ന് വെന്തോളും. എനിക്ക് കുക്കറിലൊന്നും വെക്കുന്ന ഇഷ്ടമില്ല, അതുകൊണ്ടാണ്. എന്നിട്ട് ആ വെള്ളത്തിൽ കിടന്നത് വെന്ത് കഴിഞ്ഞ് പിന്നെ ഒന്നും കൂടെ തിളപ്പിച്ച് ഊറ്റാറാണ് പതിവ്. അപ്പം ഞാനിത് കുറച്ച് കറിവേപ്പില വെള്ളത്തിൽ തലേദിവസം രാത്രി തന്നെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നന്നായിട്ടൊന്ന് കഴുകാൻ വേണ്ടിയിട്ട് കറിവേപ്പില അതെനിക്ക് രാത്രി സമയം കിട്ടാഞ്ഞതുകൊണ്ട് ഞാൻ കഴുകാഞ്ഞാണ്. അത്രയും സമയമൊന്നും ഇടേണ്ട കാര്യമില്ല. നമ്മളൊരു 1 മണിക്കൂറൊക്കെ വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് കഴുകിയെടുത്താൽ മതി. അപ്പോൾ അതും ഇങ്ങനെ ഒരു 6-7 വെള്ളത്തിലൊക്കെ കഴുകിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ പാത്രത്തിലോട്ട് വിരിച്ച് ആ വെള്ളമൊക്കെ പോയി കഴിഞ്ഞ് നമ്മൾ ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ നാൾ ഇരുന്നോളും കേട്ടോ. ഇങ്ങനെ ചീത്തയാകാതിരുന്നോളും കറിവേപ്പിലയൊക്കെ. അപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റിന് എന്ത് ചെയ്യും എന്ന് വിചാരിച്ചിരുന്നപ്പോൾ നമുക്കൊരു വാഴക്കൊല കിട്ടിയിട്ടുണ്ടായിരുന്നു. ഹൗസ് ഓണർ തന്നാണ് കേട്ടോ ഒരു വാഴക്കൊല. അപ്പോൾ അത് പഴുത്തു തുടങ്ങി. അപ്പോൾ അതിൽ നിന്ന് 2 പഴം എടുത്തു. അത് പഴമൊക്കെ കഴുകിയിട്ടാണ് കേട്ടോ ഞാൻ കുക്കറിലേക്ക് ഇടുന്നത്. അപ്പോൾ കഴുകി അത് ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ച് കുക്കറിൽ വെച്ച് ഒരു വിസിലടുപ്പിച്ചാൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആവുമല്ലോ. പപ്പയും മമ്മിയും കൊച്ചും എന്തായാലും കഴിച്ചിട്ടേ വരത്തുള്ളൂ. അവൻ എന്തായാലും വരുന്ന വഴി പൊറോട്ട കഴിക്കാതെ വരത്തില്ല. അപ്പോൾ അതേ ചോറും വെച്ചിട്ടുണ്ട്, അതേപോലെ പഴം പുഴുങ്ങാനും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഒരു കോഫി കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കോഫി കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ കോളിംഗ് ബെൽ അടിക്കുന്ന കേട്ടപ്പോൾ ഞാൻ ഉണ്ണിക്കുട്ടനാണെന്ന് പ്രതീക്ഷിച്ചില്ല. ഞാൻ ഓടിപ്പോയി ഡോറ് തുറന്നു കേട്ടോ. വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇങ്ങനെ നോക്കി ഒരു ഹാപ്പി ക്രിസ്മസ് പറഞ്ഞേ. ഹാപ്പി ക്രിസ്മസ്. ട്രീ കണ്ടോ? ക്രിസ്മസ് ട്രീ കണ്ടോ? ക്രിസ്മസ് ട്രീ കണ്ടോ? പോയി നോക്കിക്കേ, കൊള്ളാമോന്ന്. സൂപ്പറാണോ? ഇഷ്ടപ്പെട്ടോ? ഏത് പാൻറ്? ആ, അടിപൊളി പാൻറ്റൊക്കെ ആണല്ലോ. ഇത് ഏതാ ഈ പാൻറ്? ഇല്ല, ആ ഫോൺ ശരിയാക്കിയില്ല. ഉണ്ണിയല്ലേ വന്നിട്ട് ശരിയാക്കി തരാന്ന് പറഞ്ഞേ.
ഒരു ഉമ്മ പോലും ഇല്ലേ തരാൻ? മമ്മി എന്തിയപ്പാ? ആഹാ, സുറുതാറിട്ട മോളി. ഏതാ? ഹോയോ ആദ്യം അവിടെ ഇരിക്കേ. ഇനി തപ്പി നോക്കാതല്ലേ. ഇതെല്ലാണോ പാട്ട് കണക്ട് ചെയ്യുന്നത്? ഇതെല്ലാണോ പാട്ട് കണക്ട് ചെയ്യുന്ന വണ്ടിയില്? അല്ല കൊച്ചു പറഞ്ഞാ മതിയല്ലോ ഹവ ഹവന്ന്. ഇതാണ്ട് ഇവിടെ മേളിലുണ്ടല്ലോ ആ സാധനം. ഇല്ല കൊച്ചു പറ, ഹവ ഹവന്ന് പറ. ഏതാണ്ട് ഡബ്ല്യു. ഇത് ഇവിടെ മേളില്. സോറി, അമ്മയുടെ കൈ കൊണ്ടു. ഹവ വന്നല്ലോ. പ്ലേ ചെയ്. ഉണ്ണിക്കുട്ടനോട് കുറച്ച് നേരമൊക്കെ ഇങ്ങനെ കൊഞ്ചിക്കൊണ്ടിരുന്നിട്ട് ഞാൻ പിന്നെ പെട്ടെന്ന് വന്നൊരു ചായ ഇട്ടു കേട്ടോ. കാരണം അപ്പനും അമ്മയൊക്കെ മടുത്തു. മമ്മിക്കാണെങ്കിൽ ഇയർ ബാലൻസിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് തലകറക്കാണെന്ന് പറഞ്ഞ് ഓടിപ്പോയി കിടന്നു കേട്ടോ. പപ്പായും വണ്ടി ഓടിച്ച് മടുത്തു, അതുകൊണ്ട് കിടന്നു. പിന്നെ പപ്പ നല്ല കലിപ്പ് മോഡായിരുന്നു. കാരണം ഇവർ വന്ന വഴിക്ക് കാപ്പി കുടിക്കാൻ കയറിയപ്പോൾ ഉണ്ണിക്കുട്ടനോട് പൊറോട്ട കഴിക്കാൻ പറഞ്ഞപ്പോൾ അവൻ കഴിച്ചില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ കലിപ്പ് മോഡിലായിരുന്നു അപ്പൻ വന്നപ്പം. അപ്പോൾ പിന്നെ ഉണ്ണിക്ക് ഞാനൊരു പഴമൊക്കെ എടുത്ത് കൊടുത്തു. അന്നേരം അവനത് 1-2 പ്രാവശ്യമൊക്കെ കടിച്ചിട്ട് പിന്നെ വേണ്ടാന്ന് പറഞ്ഞ് കൊണ്ടുത്തന്നു. എന്നാൽ ബ്രെഡ് റോസ്റ്റ് ആക്കി കൊടുക്കാൻ ഓർത്തൊരു പാൻ വെച്ച് അതിലേക്ക് നെയ്യൊക്കെ ഒഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആ നഗ്നസത്യം മനസ്സിലാക്കിയത്. നെയ്യല്ല ബ്രെഡ് ചീത്തയായി പോയിട്ടുണ്ടായിരുന്നു. അത് ഇങ്ങനെ പുറമേ നോക്കുമ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു, പക്ഷേ അതിങ്ങനെ പൂപ്പൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ പെട്ടെന്ന് 2 ഏത്തപ്പഴം എടുത്ത് ഇതേപോലെ വട്ടത്തിൽ അരിഞ്ഞിട്ട് അതിങ്ങനെ ആ നെയ്ക്കകത്തോട്ട്, ഓൾറെഡി നമ്മൾ പാനയിൽ നെയ്യ് ഒഴിച്ചു പോയല്ലോ, അതിനി കളയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അത് ആ ഏത്തപ്പഴം ഇങ്ങനെ റൗണ്ടിൽ അരിഞ്ഞിട്ട് അത് ആ നെയ്ക്കകത്തോട്ട് ഇട്ടു കേട്ടോ. അപ്പോൾ ഈ ബ്രെഡ് കണ്ടോ, ഇത് പുറമേ നോക്കുമ്പോൾ ഒരു പൂപ്പലും നമുക്ക് തോന്നത്തില്ല. ഒരു ആഷ് കളറല്ലേ നമുക്ക് പൂപ്പൽ വരുന്നത്, അതൊന്നും ഇല്ല കേട്ടോ. ഇങ്ങനെ സൈഡിൽ വൈറ്റ് കളറിൽ പൊടി ഇരിക്കുന്ന പോലെ തോന്നിയപ്പോൾ ഞാൻ ചുമ്മാ ഒന്നെടുത്ത് ഇങ്ങനെ നോക്കി. ആദ്യം ഒന്ന് നോക്കിയപ്പോൾ അത് പൂപ്പലാന്ന് പോലും തോന്നിയില്ല. പിന്നെ വീണ്ടും ഒന്നുകൂടെ നോക്കിയപ്പോഴാണ് അത് പൂപ്പലാണ് എന്നുള്ളത് മനസ്സിലായി കേട്ടോ. അങ്ങനെ അത് മൊത്തം കളഞ്ഞു. അപ്പോൾ അത് ഈ ഒരു പഴമൊക്കെ നമുക്ക് നന്നായിട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു നെയ്ക്കകത്ത് കിടന്ന് ഒന്ന് വഴറ്റിയെടുക്കുമ്പോഴത്തേക്കിനും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആവുമല്ലോ. അപ്പോൾ ഓൾറെഡി എനിക്ക് വേണ്ടി പുഴുങ്ങിയ പഴം അവിടെ ഇരിപ്പുണ്ട്. അന്നേരത്തേക്കിനും എൻ്റെ കൊച്ചെന്തായാലും മൊബൈലൊക്കെ താഴെ വെച്ചിട്ട് ഇച്ചിരി നേരം എന്നോട് കൊഞ്ചാൻ വന്നു കേട്ടോ. പുള്ളി ഓടി വന്ന് എൻ്റെ ഫോൺ കേടാക്കി, നീ അല്ലേ കേടാക്കിയെന്ന് ഞാൻ നേരത്തെ ഫോൺ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഓടി വന്ന് ആ ഫോൺ എടുത്ത് നോക്കുമായിരുന്നു എന്താണ് കേടായതെന്നൊക്കെ. അപ്പം അത് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കിനും പിന്നെ എൻ്റെ അടുത്ത് വന്നതാണ്, ഒന്ന് കൊഞ്ചാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഞാൻ പറഞ്ഞു കൊടുത്തത് കണ്ട അമ്മ പഴമൊക്കെ വെച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ പുള്ളി അതൊക്കെ നോക്കിയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ എന്താ പൊറോട്ട കഴിക്കാഞ്ഞെന്ന് ചോദിച്ചപ്പോൾ അവന് വന്ന വഴിക്ക് ബോറടിച്ചു, അതുകൊണ്ടാണ് പൊറോട്ട കഴിക്കാഞ്ഞെന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ അവൻ്റെ പറയുന്നതിനനുസരിച്ച് ആക്ഷൻ ഇട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങളിത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പുള്ളി വീണ്ടും ഫോണിലേക്ക് കയറി കേട്ടോ. ഈ ഒരു ഫോൺ അഡിക്ഷൻ എന്ന് പറയുന്നത് ഒന്നും ചെയ്യാൻ മേലാത്തൊരവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയൊക്കെ ശ്രദ്ധ തിരിക്കാൻ ശ്രമിച്ചിട്ടും പുള്ളിക്ക് ആ ഒരു അഡിക്ഷൻ മാറുന്നില്ല. പക്ഷേ എന്തെങ്കിലും ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം ഇങ്ങനെ ഒരുപാട് സമയം ഇങ്ങനെ ഫോണിലേക്ക് ആയിപ്പോയി കഴിഞ്ഞാൽ, എന്നാൽ ചില പിള്ളേരൊക്കെ കാണുന്നത് വെച്ച് നോക്കുമ്പോൾ ഇവൻ അങ്ങനെ ഫോൺ കാണുന്നുമില്ല കേട്ടോ. പക്ഷെ നമുക്ക് എപ്പോഴും നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ നമുക്കൊരു കൺസേൺ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്കത് ഭയങ്കര വിഷമമാവുന്നുണ്ട്. കാരണം കണ്ണൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നമായി കഴിഞ്ഞ് പിന്നെ ലൈഫ് ലോങ് കണ്ണാടി വെക്കണം എന്നൊക്കെയുള്ള ഒരു സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഒരു 3-3.5 വയസ്സ് വരെ ഫോണെന്ന് പറയുന്നതും കാർട്ടൂണും ഒന്നും അറിയത്തില്ലാതിരുന്ന ആൾ അത് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കിനും അങ്ങ് ഭയങ്കരമായിട്ടും അതങ്ങ് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കാപ്പിപ്പൊടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ആ പഴം പുഴുങ്ങിയതും പഴം നെയ്ക്കകത്ത് വരട്ടിയതും ഒക്കെ കഴിച്ചു. അത് ഞങ്ങൾ 2 പേരുടെ കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് എന്നാൽ പിന്നെ ആ ഒരു പാത്രമൊക്കെ അങ്ങ് കഴുകി വെച്ചേക്കാമെന്ന് വിചാരിച്ചു. കാരണം നമുക്കിനി ഇന്ന് കുറേ പണികളുണ്ട്. കാരണം ക്രിസ്മസ് അല്ലേ അടുത്ത ദിവസം, നാളെ ക്രിസ്മസ് ആയതുകൊണ്ട് കുറേ പണികളുണ്ട്. അപ്പം പാത്രങ്ങളൊക്കെ അന്നേരം കഴുകി പോവുകയാണെങ്കിൽ നമുക്ക് പാത്രത്തിനും വലിയ ഷോർട്ടേജ് വരത്തില്ല. ഇല്ലെങ്കിൽ ലാസ്റ്റ് വാഷ് ബേസിനും നിറഞ്ഞു പോകും എന്നൊക്കെ ഉള്ളതുകൊണ്ട് പാത്രമൊക്കെ കഴുകി കേട്ടോ. അന്നേരത്തേക്കും നമ്മുടെ ബീഫൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു.
അത് ഒക്കെ നന്നായിട്ട് കഴുകിയെടുക്കാമെന്ന് വിചാരിച്ചു. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബീഫ് ഒക്കെ പിറ്റേ ദിവസം കിട്ടാൻ ഇച്ചിരി പാടായിരുന്നു. ഞായറാഴ്ചയാണല്ലോ, 24-ാം തീയതി എന്ന് പറഞ്ഞാൽ ഞായറാഴ്ചയാണല്ലോ. അപ്പം 25-ാം തീയതി കിട്ടാനുള്ളൊരു പാടും പിന്നെ നമ്മൾ ഈ പള്ളിയിലൊക്കെ പോയിട്ട് വന്ന് ഉണ്ടാക്കുന്ന ഒരു പാടും ഒക്കെ ഓർത്തിട്ട് നമ്മൾ തലേ ദിവസം തന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. വാങ്ങിച്ചൊന്നും ഫ്രിഡ്ജിലേക്ക് വെക്കണ്ട, അന്നേരം തന്നെ ഉണ്ടാക്കി വെച്ചേക്കാം എന്നുള്ളൊരു ഇതാണ്. അങ്ങനെയാണല്ലോ നമ്മൾ പൊതുവേ, അങ്ങനെയാണല്ലോ ഈസ്റ്ററിനാണെങ്കിലും ക്രിസ്മസിനാണെങ്കിലും ഒക്കെ നമ്മൾ തലേ ദിവസം തന്നെ വാങ്ങിച്ച് ഇതൊക്കെ ഉണ്ടാക്കി വെക്കാറാണല്ലോ പതിവ്. അപ്പോൾ അടുക്കളയിൽ ഞാനിങ്ങനെ ഇറച്ചി കഴുകിക്കൊണ്ടിരിക്കുമ്പം ഭയങ്കര ബഹളമൊക്കെ കേൾക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് കേട്ടോ ഇതൊക്കെ. പുള്ളി ഭയങ്കരമായിട്ട് പുള്ളിയുടെ വണ്ടിയിൽ കയറിയിരുന്ന ആക്ഷൻ കാണിക്കണം. ആ ഫോൺ ബലം പ്രയോഗിച്ച് മേടിച്ച് വെച്ചതിൻ്റെ ആ ഒരു ഇതിലാണ് വണ്ടിയെ കയറിയിരുന്ന് ഇതുകൂട്ട് ആക്ഷനൊക്കെ കാണിക്കുന്നത്. അപ്പം ഇങ്ങനെ ഭയങ്കര ഷോയൊക്കെ കാണിച്ച് വണ്ടിയിലിരിക്കുകയാണ്, ലൈറ്റൊക്കെ തെളിച്ച്. അങ്ങനെ കുറച്ച് നേരം വണ്ടിയിലൊക്കെ കളിച്ചു. അപ്പം ഞാൻ അടുക്കളയിലെ പണികളൊക്കെ ചെയ്യണം. അങ്ങനെ അതുകൊണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ദി കാർ സിനിമയ്ക്കകത്തില്ല ഇങ്ങനെ വണ്ടി തന്നെ ഓടിപ്പോകുന്ന കാണുന്നത്. ഇത് മറ്റൊരു ദി കാറാണ്. ഇത് റിമോട്ടും കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് റിമോട്ടിൽ ഓടിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ വണ്ടി ഇങ്ങനെ ഉപയോഗിക്കാതെ കിടന്നത് കൊണ്ട് അത് എടുത്തപ്പോൾ ആദ്യം അങ്ങനെ ഓടുന്നില്ലായിരുന്നു, കുറച്ച് സ്റ്റക്കായ പോലൊക്കെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ റിപ്പയർ ചെയ്യാൻ അന്ന് വാങ്ങിച്ചപ്പോൾ കടക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും മെയിൻ്റനൻസ് വരുവാണെങ്കിൽ അവരെ കോൺടാക്റ്റ് ചെയ്താൽ മതി, അവർ വന്ന് ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെന്നാൽ അവരെ വിളിച്ചാലോ എന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഇരുന്നപ്പോഴത്തേക്കിന് അത് കുറച്ച് നേരം റിമോട്ടിലൊക്കെ ഓടിച്ചപ്പോഴത്തേക്കിന് ശരിയായി കേട്ടോ. അങ്ങനെ ഞാൻ വീണ്ടും വന്ന് ആ ഒരു ഇറച്ചി കഴുകിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമുക്ക് ഇത് പണികളും തീരണമല്ലോ, അവൻ കളിക്കുന്നത് കാണുന്ന കൂടെ തന്നെ നമ്മുടെ ജോലികളും തീരണമല്ലോ. അപ്പോൾ അങ്ങനെ ഇറച്ചി കഴുകിക്കൊണ്ടിരുന്നപ്പം എനിക്കൊരു പെട്ടെന്നൊരു ഐഡിയ തോന്നി, എന്നാൽ പിന്നെ നമുക്ക് ബിരിയാണി ഉണ്ടാക്കിയാലോ എന്നുള്ളൊരു ചിന്ത വന്നു കേട്ടോ. സത്യത്തിൽ ഇത് ഞാൻ കറി വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ച ബീഫ് ആയതുകൊണ്ട് ആ ഒരു കറി പീസിലാണ് അവർ നമുക്ക് ഞുറുക്കി തന്നിരിക്കുന്നത്. ബിരിയാണിക്ക് നമ്മൾ കുറേയും കൂടെ വലിയ പീസായിട്ടാണല്ലോ വേണ്ടത്. എന്നാലും സാരമില്ല, ബിരിയാണി റൈസ് ഒക്കെ ഇരിപ്പുണ്ട്. പിന്നെ ഉണ്ണിക്കുട്ടന് ഭയങ്കര ഇഷ്ടമാണല്ലോ ബിരിയാണി എന്ന് ഓർത്തിട്ട് ബിരിയാണി ഉണ്ടാക്കാമെന്ന് ഓർത്ത് ഞാൻ അതിൽ നിന്ന് കുറച്ച് ബീഫ് എടുത്ത് മാറ്റിയതാണ് കേട്ടോ. കുറച്ച് ബീഫ് എടുത്തിട്ട് അത് നന്നായിട്ട് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് പുരട്ടി വെച്ച് ഞാനതൊരു പാത്രത്തിലാക്കി ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് പിറ്റേ ദിവസം ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഞാൻ ഒരിക്കലും തുറക്കാത്ത എൻ്റെ പൊൻവാതിലാണ് കേട്ടോ. ആ പൊൻവാതിൽ ഞാൻ അപ്പനും അമ്മയും വരുമ്പോഴോ അല്ലെങ്കിൽ ഈ ചായം വരുമ്പോഴോ ഒക്കെയാണ് തുറക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ഈ വാതിൽ തുറക്കാറേ ഇല്ല. ഇത് നമ്മുടെ അടുക്കളയിൽ നിന്ന് പുറത്തോട്ടുള്ള വാതിലാണ്. അപ്പോൾ ആ പാത്രങ്ങൾ കൂടി കിടക്കുന്ന കാണിച്ച് ആ പാത്രത്തിനകത്തെല്ലാം ഞാൻ കഴുകി വെച്ചിരുന്ന പാത്രമായിരുന്നു, അതിൻ്റെ അകത്തെല്ലാം ഉറുമ്പും മുട്ടയൊക്കെ വന്നു. അപ്പോൾ ഉറുമ്പും മുട്ടയൊക്കെ വരുന്നത് നല്ലതാണെന്ന് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നാലും അതുകൊണ്ട് ഞാൻ ആ പാത്രം എല്ലാം എടുത്ത് വീണ്ടും കഴുകാനിട്ടു കേട്ടോ. അപ്പോൾ എന്തായാലും ആ വാതിൽ തുറന്നല്ലേ എന്ന് വിചാരിച്ച് ഞാൻ അതിലേക്ക് ഇറങ്ങി വന്ന് ഇവിടെ ഒരു കപ്പളം നിൽപ്പുണ്ടായിരുന്നു, ഒരു കപ്പളങ്ങ പറിച്ചേക്കാമെന്ന് വെച്ചു. കാരണം നമ്മൾ ഇറച്ചി മീനൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും നമ്മുടെ നോമ്പ് വീടിട്ടില്ലല്ലോ. 25-ാം തീയതി പള്ളി കഴിഞ്ഞ് വന്നിട്ടല്ലേ നമ്മൾ നോമ്പ് വീടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്നാൽ ഒരു കപ്പളങ്ങ പറിച്ച് തോരൻ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം ഒരെണ്ണത്തെ പിടിച്ചപ്പോൾ അത് ചനച്ചതായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ അത് വിട്ടിട്ട് അടുത്തത് പറിച്ചതാണ്. അപ്പോൾ ഈ കപ്പളങ്ങ നമ്മൾ പറിച്ചുകൊണ്ട് വന്നിട്ട് ഇതേപോലെ ഒന്ന് കൊത്തുവാണെങ്കിൽ അതിൻ്റെ ആ ഒരു കറയെല്ലാം അങ്ങ് പൊക്കോളും കേട്ടോ. അപ്പോഴത്തേക്കും മമ്മി ഗുളികയൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. മമ്മിക്ക് തീരെ വയ്യ. അപ്പം പുള്ളിക്കാരത്തി വന്ന് കപ്പളങ്ങയൊക്കെ എടുത്ത് ചെത്തുകയാണ് കേട്ടോ. അപ്പോൾ മമ്മി അത് ചെത്തി തന്നിട്ട് അരിയാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട മമ്മി, ഇങ്ങനെ അന്നേരം ചോപ്പറിനകത്തിട്ട് നമുക്ക് 4 വലി വലിച്ചാൽ സംഭവം സെറ്റാണ്, നല്ല കൊത്തി അരിഞ്ഞ പോലെ കിട്ടും എന്ന് പറഞ്ഞിട്ട് ഞാനത് വാങ്ങിച്ചു. എന്നിട്ട് അതിങ്ങനെ ഇതേപോലെ ചെറിയ പീസാക്കി ഒന്ന് മുറിച്ചെടുത്തിട്ട് ചോപ്പറിലേക്ക് ഇട്ട് 4 വലി വലിച്ചാൽ ശരിയാവില്ലോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു. പക്ഷേ ഈ ചോപ്പറിനൊരു കുഴപ്പമുണ്ട്, ഇങ്ങനത്തെ പീസ് നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബ്ലേഡെല്ലാം ഉടക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് അവിടെ ഇങ്ങനെ ഇരിക്കും കല്ല് പോലെ, പിന്നെ അത് നമുക്ക് പണി കിട്ടും. അപ്പോൾ ആദ്യം വലിച്ചപ്പോൾ കറക്റ്റായിട്ട് വരുന്നുണ്ടായിരുന്നു, അത് കഴിഞ്ഞപ്പോൾ ഉടക്കി, പിന്നെ അത് ഞാൻ കുറച്ച് പണിപ്പെട്ടെടുത്ത് ബ്ലേഡൊക്കെ ശരിയാക്കി വെച്ചിട്ട് പിന്നെ അത് അരിഞ്ഞെടുക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ബിരിയാണിക്ക് മാറ്റിയത് വിട്ടിട്ട് ബാക്കി ബീഫ് നമ്മളിതേ കുക്കറിലേക്ക് ഇടുവാണ്. ഇനിയിപ്പം ഇതൊക്കെ കറിയൊക്കെ ഉണ്ടാക്കിയേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതെല്ലാം കൂടെ കുക്കറിലിട്ടിട്ട് നമ്മൾ അതിനകത്തേക്ക് കുറച്ച് മസാല മൂപ്പിച്ച് ചേർക്കാൻ പോവാണ്. മുളക് പൊടി എടുത്തിട്ടുണ്ട് ആവശ്യത്തിന്, അതേപോലെ മല്ലിപ്പൊടി എടുക്കുന്നുണ്ട്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കണം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് നമ്മളൊന്ന് വറുത്തെടുക്കാൻ പോവാണ്. കരിഞ്ഞു പോരുത് കേട്ടോ മസാല, ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചിട്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ഒരു പച്ചച്ചോവ് വരും എന്നിങ്ങനെ മമ്മി പറഞ്ഞുകൊണ്ട് അതൊന്ന് മൂപ്പിച്ചിടുകയാണ്. ഞാൻ ഈ ബീഫ് വെക്കാൻ അത്രയ്ക്ക് അങ്ങോട്ട് പോരാ, ഞാൻ എപ്പോഴും ചിക്കൻ വാങ്ങിച്ച് വെക്കുന്നതുകൊണ്ട് എനിക്ക് ബീഫ് കറി അത്രയ്ക്ക് അങ്ങോട്ടൊരു എക്സ്പീരിയൻസ് കുറവാണ് കേട്ടോ. ഞാൻ വെച്ചാൽ ഇത്രയും ഒക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് മമ്മിയോട് ചോദിച്ച് ചെയ്യുകയാണ്. അപ്പം മസാല പാകത്തിന് മൂത്തിട്ടുണ്ട് കേട്ടോ, കരിഞ്ഞൊന്നും പോയില്ല. അപ്പോൾ ആ ഒരു പാകത്തിന് മൂത്തത് നമ്മളത് കുക്കറിൻ്റെ അകത്തായി ഇറച്ചിക്കകത്തോട്ട് ഇട്ടു. എന്നിട്ട് പിന്നെ കുറച്ച് ഉപ്പിടുകയാണ്, പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് കുറച്ച് കറിവേപ്പില ഇടുകയാണ്. പിന്നെ ഇതിനകത്ത് ഞാൻ മീറ്റ് മസാല ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് ഞാൻ കാണിക്കാൻ മറന്നുപോയി. മീറ്റ് മസാലയും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു കുറച്ച്. അത് കഴിഞ്ഞേച്ച് ഇതേണ്ട നമ്മൾ കുറച്ച് സവോള, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്യണം കേട്ടോ. അത്
ഒന്നും നമ്മൾ സ്പൂൺ കൊണ്ട് ചെയ്താൽ അത്രയ്ക്ക് അങ്ങോട്ട് സക്സസ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ഒരു മസാലയൊക്കെ എല്ലാ ഭാഗത്തേക്കും എത്തണമെങ്കിൽ നമ്മൾ എപ്പോഴായാലും കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ കൈ കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി ആ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയും സവോളയാണെങ്കിലും ആ ഒരു പൊടികളാണെങ്കിലും ഒക്കെ ആ ഇറച്ചിയുടെ എല്ലാ ഭാഗത്തും എത്തണമെങ്കിൽ നമ്മൾ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യണം. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളമേ ഒഴിച്ചു കൊടുത്തുള്ളൂ. കാരണം ഇത് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. പക്ഷേ ബീഫിൻ്റെ അകത്തുനിന്ന് അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം ഇറങ്ങുമെന്ന് നമുക്കൊക്കെ അറിയാം. അതുകൊണ്ട് കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അടുപ്പത്ത് വെച്ച് ഒരു വിസിൽ അടിക്കാം. കാരണം ഇത് നല്ല ബീഫായിരുന്നു കേട്ടോ, കാണുമ്പോൾ തന്നെ നമുക്കറിയാമായിരുന്നു. അപ്പോൾ ഞാൻ സ്റ്റൗ ഓൺ ചെയ്ത് കുക്കർ അടച്ച് കഴിഞ്ഞപ്പോഴും ഓർത്ത പച്ചമുളക് കിട്ടില്ലല്ലോ എന്ന്. പിന്നെ ഞാൻ പെട്ടെന്ന് അത് തുറന്നിട്ട് വീണ്ടും പച്ചമുളക് കട്ട് ചെയ്തിടുകയാണ് കേട്ടോ. അപ്പോൾ ഈ പച്ചമുളക് മാക്സിമം ഞാനിങ്ങനെ കത്രികയും കൊണ്ടേ കട്ട് ചെയ്യുള്ളൂ. കാരണം അതിൻ്റെ എരിവ് കയ്യിൽ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ കൈ കണ്ണിലോ എവിടെയെങ്കിലും ഒക്കെ കൊണ്ടു കഴിഞ്ഞാൽ ഭയങ്കര നീറ്റിലായിരിക്കും. അതുകൊണ്ട് ഞാൻ അത് ഇങ്ങനെ മാക്സിമം കത്രികയും കൊണ്ട് അരിഞ്ഞാണ് കേട്ടോ ഇടുന്നത്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത പരിപാടി നമ്മൾ കപ്പളങ്ങ അരിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതൊന്ന് തോരനാക്കിയേക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇറച്ചിയൊക്കെ പിറ്റേ ദിവസത്തേക്കല്ലേ, അപ്പോൾ നമ്മുടെ ഉച്ചക്കത്തെ ലഞ്ചും കൂടെ ഈ ഒരു കൂടത്തിൽ തന്നെ റെഡി ആവണമല്ലോ. അങ്ങനെ വേണ്ട അതിന് വേണ്ടി തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലോട്ട് കുറച്ച് കറിവേപ്പിലയും ഒരു പച്ചമുളകും ഒക്കെ ഇട്ടു, കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇടുകയാണ്. എന്നിട്ട് ഇനി ഇച്ചിരി ഒരു വെളുത്തുള്ളി, ഒരു 2-3 ചുള വെളുത്തുള്ളിയും കൂടെ നന്നായിട്ട് ചതച്ചിട്ട് അതുകൂടെ നമ്മൾ ഇട്ടിട്ട് അതിനകത്തോട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന കപ്പളങ്ങയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. ഈ ഒരു വെളുത്തുള്ളി ഓപ്ഷണലാണ്, എല്ലാവർക്കും വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടപ്പെടണം എന്നില്ല. പക്ഷേ ഇപ്പോൾ എല്ലാവർക്കും പച്ചവെള്ളം കുടിച്ചാൽ പോലും ഗ്യാസ് ആണെന്ന് നമ്മൾ പറയുന്നത് കൊണ്ട് വെളുത്തുള്ളി ചേർക്കുന്നത് നല്ലതാണ്. പിന്നെ സവോള ഒരെണ്ണം കൂടെ അരിഞ്ഞ് ചേർക്കണം കേട്ടോ. അപ്പോൾ അത്രയും പണി നമ്മൾ ചെയ്തപ്പോഴത്തേക്കിന് കുക്കർ ഇവിടെ വിസിലടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് മാറ്റി അങ്ങ് വെച്ചേക്കാം. എന്നിട്ട് നമുക്കിനി തോരനുണ്ടാക്കാം. തോരനുണ്ടാക്കാൻ വേണ്ടി കുറച്ച് എണ്ണ ഒഴിച്ചു. അത് കഴിഞ്ഞിട്ട് കടുക് പൊട്ടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് നമ്മൾ അതിലേക്ക് ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം ഇടുകയാണ് കേട്ടോ. അപ്പം നമ്മൾ തേങ്ങ എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചുകൊണ്ട് അതെല്ലാം കൂടി ഒന്നിച്ചങ്ങിട്ട്, ചിലർ ഈ സവോളയും പച്ചമുളകും ഒക്കെ വഴറ്റിയിട്ട് ഇടുന്നവരുമുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെയും കുക്കിംഗ് എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ എന്നാ പറയുന്നത് പേഴ്സണൽ ആയിട്ടുള്ള കുറേ ഇഷ്ടങ്ങളും കൂടെ അതിൽ ആഡ് ആകുമല്ലോ. എന്നിട്ട് ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മളത് നന്നായിട്ട് ഇളക്കി മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് ദിവസമായിട്ട് എൻ്റെ ഫ്രിഡ്ജിലിരിക്കുന്ന ഒരു സാധനമായിരുന്നു ചേന. ഒരു ചെറിയ പീസ് എനിക്ക് ഹൗസ് ഓണർ തന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനതിങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു. പല പ്രാവശ്യം അതെടുത്ത് വറക്കണം എന്ന് വിചാരിച്ചിട്ടും വറക്കാൻ പറ്റിയില്ല. അതെന്തായാലും ഞാൻ ഓർത്ത് ഇപ്പോൾ ഈ ഇറച്ചിയും മീനും എല്ലാം ഉണ്ടാക്കിയിട്ട് നമ്മൾ ചോറ് കഴിയുമ്പോൾ അതൊന്നും കൂട്ടാൻ പറ്റത്തില്ല. എന്നാൽ പിന്നെ ഈ ചേനയെങ്കിലും എടുത്ത് വറക്കാമെന്ന് വിചാരിച്ചിട്ട് ആ ചേന എടുത്ത് നന്നായിട്ട് കഴുകി അരിഞ്ഞ് എടുത്തിട്ട് അത് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രം ചേർത്ത് ഇച്ചിരി എണ്ണ ഒഴിച്ചാണ് കേട്ടോ ഞാനത് കുഴച്ചത് മസാല. എന്നിട്ട് അത് ഞാൻ വറക്കാൻ വേണ്ടി റെസ്റ്റ് ചെയ്യാൻ വെച്ചു. കുറച്ച് നേരം ഇരിക്കട്ടെ എന്ന് വെച്ചു. ആ സമയത്ത് മമ്മി ഇതേ കുമ്പളങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കുമ്പളങ്ങ അരിഞ്ഞ് നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു പച്ചമുളകും ഇട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട്, കാരണം നമുക്ക് തൈര് കറി വെക്കാനുണ്ട്. അങ്ങനെ അത് കുമ്പളങ്ങ അവിടെ വെന്ത സമയത്തിന് നമ്മളിവിടെ തേങ്ങയും അതേപോലെ ഇച്ചിരി ഉള്ളിയും വെളുത്തുള്ളിയും ജീരകവും ഒക്കെ കൂടെ അരച്ചെടുത്തിട്ടുണ്ട് മോരുകറിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ അത് ആ വെന്ത കുമ്പളങ്ങയ്ക്കകത്തോട്ട് ആ ഒരു അരപ്പെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി അടിച്ചു വെച്ച തൈരും ചേർത്ത് കൊടുത്തു. അപ്പോൾ മമ്മി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ തൈര് നന്നായിട്ട് ചൂടായി കഴിഞ്ഞിട്ട് അത് വാങ്ങി വെച്ച് തണുത്ത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഉപ്പ് ചേർക്കുന്നത്. ഞാൻ ആ തൈര് മിക്സിയിൽ അടിക്കുമ്പോൾ തന്നെ ഉപ്പ് ചേർക്കാറുണ്ട്. അതൊക്കെ ഓരോരുത്തരും ഓരോ രീതിയിലാണല്ലോ കുക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ പാകത്തിന് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. അപ്പോൾ മോരുകറിയൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കിന് സ്റ്റൗ ഒരെണ്ണം ഫ്രീ ആയി. അപ്പോൾ ഞാൻ ഓർത്തെന്നാൽ ആ ചേന എന്ന് വറുത്തെടുത്തേക്കാമെന്ന് വിചാരിച്ചിട്ട് ചേന വറക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് അങ്ങനെ ആ ഒരു മസാലയൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് അതിങ്ങനെ വറുത്തപ്പോൾ തന്നെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ടായിരുന്നു. പക്ഷേ സത്യമായിട്ട് ഞാൻ ചേന വറുത്ത ആദ്യമായിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. ഞാനിങ്ങനെ പലയിടത്തും കേട്ടിട്ടുണ്ടെങ്കിലും ചേന വറുത്ത ഞാനങ്ങനെ കഴിച്ചിട്ടില്ലായിരുന്നു. ഇത് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞാനിതിൻ്റെ അഡിക്റ്റായി പോയി കേട്ടോ. കാരണം ഇത്രയും ടേസ്റ്റുള്ള സാധനമാണോ ഇത് എന്നുള്ളത് എനിക്ക് ഭയങ്കര ഡൗട്ടായിപ്പോയി. നമ്മളധികം മസാലകളൊന്നും ചേർക്കാത്തതുകൊണ്ടായിരിക്കും കേട്ടോ ചിലപ്പോൾ അതിന് അതിൻ്റെതായ ഒരു ഭയങ്കര ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒത്തിരി മസാലകൾ ചേർക്കുമ്പോഴത്തേക്കിനും ആ മസാലയുടെ ടേസ്റ്റ് അല്ലേ കിട്ടത്തുള്ളൂ. അപ്പോൾ അതേ നമ്മുടെ മോരുകറിക്ക് വേണ്ടിയിട്ട് കടുക് വറുത്താണ് കേട്ടോ. മോരുകറിയിൽ കടുക് വറുത്ത് ചേർത്തിട്ടുണ്ട്. അപ്പം മോരുകറിയും സെറ്റായി, നമുക്ക് തോരനും സെറ്റായായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ അടുത്തത് ഇച്ചിരി ബീഫ് ഒന്ന് ഉലർത്തിയേക്കാമെന്ന് വിചാരിച്ചു. കാരണം ഉണ്ണിക്കുട്ടനും പപ്പായും ഒക്കെ കഴിച്ചോളും, അവർക്ക് നോയമ്പൊന്നും ഇല്ല. ഞാനും മമ്മിയാണ് നോമ്പിൻ്റെ ആൾക്കാർ. എന്നാൽ പിന്നെ ബീഫ് ഉലർത്താമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് എണ്ണ ചൂടായപ്പോൾ കടുക് വറുത്തിട്ട് അതിലേക്ക് കുറച്ച് സവോള ചേർത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില, പിന്നെ ആ സവോളയൊന്ന് വാടിക്കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ്, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി. ഉപ്പ് നമ്മൾ ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, കുറഞ്ഞു പോയാലും കൂടിപ്പോയരുത്. കുറഞ്ഞാൽ നമുക്ക് വീണ്ടും ഇടാം, കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ കുളവാകും. അപ്പോൾ വേണ്ട ഇവിടുന്ന് ഭയങ്കര സൗണ്ടൊക്കെ കേട്ടോണ്ട് വന്ന് നോക്കുമ്പോഴത്തേക്കിന് പുള്ളി ഇവിടെ ഭയങ്കര പുഷപ്പ് തുടങ്ങി കേട്ടോ. പുള്ളിക്ക് ഇവിടെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പുഷപ്പ് സ്റ്റാൻഡും ഒക്കെ കാണുമ്പോഴത്തേക്കിന് പിന്നെ പുള്ളി ഭയങ്കര ജിമ്മനാകും. അങ്ങനെ ദേ പുഷപ്പ് അടിച്ചടിച്ച് ടയേർഡായി. എന്നാലും സാരമില്ല, ഞാൻ തോക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും പുഷപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ
എന്താ പറയുക, അവിടുന്ന് അടുക്കളയിൽ നിന്ന് പണി ചെയ്യുന്നതിനിടയിൽ ഈ ഒരു സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ ഞാൻ ഓടി വരുന്നത് ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവൻ്റെ ഈ ഒരു കുഞ്ഞു കുഞ്ഞു കളികളും കുസൃതികളും ഒക്കെ കാണാനായിട്ടാണ് അന്നേരം ഞാൻ ഓടിയിങ്ങ് വരും. അവിടുത്തെ പണി സ്റ്റൗ ഓഫ് ചെയ്തിട്ടാണെങ്കിലും വേണ്ടില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓടി വരും. അപ്പോൾ ഞാൻ അതൊക്കെ കഴിഞ്ഞ് പുഷപ്പൊക്കെ കഴിഞ്ഞ് അകത്തോട്ട് ചെന്നപ്പോഴത്തേക്കിനും അവിടെ സവോളയൊക്കെ വാടിയായിരുന്നു. മമ്മി അതിൻ്റെ ബീഫ് അതിനകത്തോട്ട് ഇടുകയും ചെയ്തു കേട്ടോ. അപ്പോൾ ഇനി എന്താണ് അടുത്ത പരിപാടി എന്നിങ്ങനെ നമുക്ക് നോക്കി നിൽക്കാം. കാരണം മമ്മി വെക്കുന്നത് ആ ഒരു ടേസ്റ്റ് വരത്തില്ല ഒരിക്കലും ഞാൻ വെച്ചാൽ. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും മമ്മിക്ക് പിന്നെയും തലകറക്കമായി. മമ്മി മാറി എന്നോട് അവിടെ ഇരുന്ന് പറഞ്ഞു തന്നു കേട്ടോ, കുറച്ച് കുരുമുളക് ഇടുക എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ ഞാൻ കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം എന്തിട്ടാലും അന്നേരം കൊച്ചിന് കൊടുക്കേണ്ടത്, അതുകൊണ്ട് കുറച്ച് എരിവ് മതി എന്ന് പറഞ്ഞു. അപ്പോൾ കുരുമുളകൊക്കെ നന്നായിട്ട് ചേർക്കുകയാണെങ്കിൽ ആ ഒരു ബീഫിനൊക്കെ നല്ല ടേസ്റ്റാണ്. പക്ഷെ നമ്മൾ കുറച്ച് ചേർക്കുന്നതുകൊണ്ട് അതിൻ്റെതായ പാകപ്പിഴകൾ വരും. അപ്പോൾ ഞാനൊരു ഡിന്നർ സെറ്റ് മേളിലിരുന്ന് എടുത്തതാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടി. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നു. അപ്പോൾ ചേന ഇച്ചിരി നീളത്തിൽ അരിഞ്ഞ് വറുത്തതും ഇച്ചിരി കുറുക്കി അരിഞ്ഞ് വറുത്തതും ഒക്കെ ഇരിപ്പുണ്ട്. എന്താണ്ടേ കപ്പളങ്ങ തോരനും മോരുകറിയും ചേന വറുത്തതും ഒക്കെ ആയിട്ട് ചോറ് കഴിക്കുകയാണ്. അപ്പോൾ ഉണ്ണിക്കുട്ടൻ പിണങ്ങിപ്പോയി കേട്ടോ, ചോറ് വേണ്ടാന്നും പറഞ്ഞു. അപ്പോൾ ഞാൻ എന്തായാലും എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ ചോറ് കഴിച്ചു. ഉണ്ണിക്കുട്ടൻ അതിനിടയിൽ എന്തോ എന്നോട് ഞാൻ വാരി കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലടാ ഞാൻ ഇറച്ചി കഴിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളി പിണങ്ങിപ്പോയി കേട്ടോ. പിന്നെ സമാധാനിപ്പിച്ചൊക്കെ കൊണ്ടുവന്നു. അത് ഇനി കിടന്ന് കുറച്ച് നേരം ഉറങ്ങി കേട്ടോ. എല്ലാവരും ഒന്ന് റെസ്റ്റ് എടുത്തു. പിന്നെ എഴുന്നേറ്റ് വൈകുന്നേരം ചായ ഇട്ടതാണ്. സത്യത്തിൽ കേക്ക് മുറിക്കാൻ പ്ലാൻ ഇല്ലായിരുന്നു. പക്ഷെ അന്നേരം ഇങ്ങനെ എന്തോ ചായ ഇട്ടുകൊണ്ട് വന്നപ്പോൾ ഞാൻ എന്നാൽ നമുക്ക് കേക്ക് മുറിച്ചാലോ എന്ന് ചോദിച്ച് അങ്ങനെ കേക്ക് മുറിച്ചതാണ് കേട്ടോ. അപ്പോൾ ഈ കേക്ക് മുറിക്കുമ്പോൾ സത്യത്തിൽ ഒരു കട്ടൻ കാപ്പി മതിയായിരുന്നു. കട്ടൻ കാപ്പിയും പ്ലം കേക്കും അതിൻ്റെ അത്രയും നല്ലൊരു കോംബോ വേറെ വരത്തില്ല. അപ്പോൾ എനിക്ക് ഈ ക്രിസ്മസിൻ്റെ കേക്ക് മുറിക്കുക എന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്നത്, ഞാൻ ഈ ഉണ്ണിക്കുട്ടൻ്റെ അതൊക്കെ പ്രായമുള്ളപ്പം അന്നൊന്നും ഇങ്ങനെ നമുക്ക് കേക്ക് മേടിക്കാനെന്നുള്ളൊരു ആസ്തി വീട്ടിലില്ലല്ലോ. അപ്പോൾ ഒരു കേക്ക് വാങ്ങിക്കും, അത് രാവിലെ പള്ളിയിൽ പോയിട്ട് വന്നിട്ട് മുറിക്കും, അങ്ങനെയാണ്. അപ്പോൾ പാതിരാകുർബാനയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഞാനന്ന് ഉണ്ണിക്കുട്ടൻ്റെ അത്രേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു നമുക്ക് കേക്ക് മുറിച്ചാലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് മമ്മി പറഞ്ഞു വേണ്ട, ഇപ്പോൾ വേണ്ട, നമുക്ക് നേരം വെളുത്തിട്ട് മുറിക്കാമെന്ന് പറഞ്ഞു. ഞാൻ വഴക്കുണ്ടാക്കി കേക്ക് മുറിച്ചു. കേക്കൊക്കെ മുറിച്ചിട്ട് അതിൽ നിന്നൊരു പീസൊക്കെ കഴിച്ചേച്ച് ഞാൻ കിടന്നു. മമ്മി അപ്പോൾ പിന്നെ കിടക്കാനുള്ള സമയമില്ല, അപ്പം ചുട്ടേക്കാം എന്നൊക്കെ പറഞ്ഞു. അന്നെല്ലാം വിറകടുപ്പിൽ വേണ്ട ചെയ്യാൻ. അങ്ങനെ മമ്മി അപ്പം ചുടാൻ വേണ്ടി അടുക്കളയിൽ പോയി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് എനിക്ക് ഭയങ്കരമായിട്ട് ചൊറിയാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ എൻ്റെ ദേഹം മുഴുവൻ ചൊറിഞ്ഞ് തടിച്ച് വന്ന് ക്രിസ്മസിൻ്റെ അന്ന് രാവിലെ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇഞ്ചക്ഷനൊക്കെ എടുക്കേണ്ട ഒരു അവസ്ഥ വന്നു. അപ്പോൾ എനിക്ക് പ്ലം കേക്ക് കാണുമ്പോൾ ആദ്യം വരുന്ന ഓർമ്മ എന്ന് പറയുന്നത് അതാണ്. ആ ഒരു ചൊറിച്ചിലും ഹോസ്പിറ്റലിൽ പോയിട്ടുള്ള ഇഞ്ചക്ഷനുമാണ് എൻ്റെ പ്ലം കേക്ക് എന്ന് പറയുന്ന ആദ്യത്തെ ഓർമ്മ. പക്ഷേ പിന്നീട് അങ്ങനെ പ്ലം കേക്ക് കഴിക്കുമ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേക്കുകളിൽ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് പ്ലം കേക്ക് തന്നെയാണ്. എനിക്ക് ഈ ഒരു ക്രീമുള്ള കേക്കുകളോ ഒന്നും എനിക്കിഷ്ടമല്ല. നമ്മൾ ബർത്ത്ഡേക്ക് കട്ട് ചെയ്യുന്ന കേക്ക് ഒന്നുമല്ല, പ്ലം കേക്കാണ് ഏറ്റവും ഇഷ്ടം കേട്ടോ. അപ്പോൾ ഇതിനിടയിൽ ഞാൻ ഈ കഥ പറഞ്ഞതിനിടയിൽ അവിടെ നടന്നത്, ഞാൻ കൊടുത്ത കത്തിക്ക് മൂർച്ചയില്ലായിരുന്നു കേട്ടോ, ആ ഒരു കേക്കിൻ്റെ കവർ പൊട്ടിക്കാൻ പോലും. പിന്നെ മമ്മി പോയി കത്രിക എടുത്തുകൊണ്ട് വന്നത് പൊട്ടിച്ചു. മമ്മി മധുരം ഇട്ട ചായയാണോ എന്ന് ടെസ്റ്റ് ചെയ്തതാണ്, കൈകൊണ്ട് തൊട്ട് നോക്കിയത്. അതിന് ഞാൻ കളിയാക്കിയപ്പോൾ ചിരിച്ചതാണ്. ഉണ്ണിക്കുട്ടൻ എന്തായാലും കേക്ക് കട്ട് ചെയ്തിട്ട് ആദ്യം ഇന്ന് അമ്മയ്ക്കെന്നും പറഞ്ഞ് കൊണ്ടുവന്ന് എനിക്ക് വായിലൊക്കെ വെച്ച് തന്നു കേട്ടോ. പിന്നെ പപ്പായ്ക്കും മമ്മിക്കും ഒക്കെ കൊടുത്തു. അങ്ങനെ ഞങ്ങളൊക്കെ കേക്ക് കഴിക്കുകയാണ്. അപ്പോൾ എന്താ പറയുക, കേക്കൊക്കെ കട്ട് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു നൊസ്റ്റാൾജിയ അന്നത്തെ കാലത്ത്. പക്ഷേ അന്ന് കുഞ്ഞിലെ കഴിച്ചുകൊണ്ടിരുന്ന ആ ഒരു കേക്കിൻ്റെ ടേസ്റ്റൊന്നും ഇപ്പോൾ ഇല്ലെന്ന് തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ പിന്നീട് വലിയൊരു പൊട്ടിത്തെറിയാണ് അടുക്കളയിൽ നടന്നത്. ഈ ഒരു ചട്ടി വെച്ചതാണ് മീൻകറി വെക്കാൻ വേണ്ടി കേട്ടോ. എണ്ണ ഒഴിച്ച് കടുകും ഉലുവയൊക്കെ പൊട്ടിച്ചപ്പോൾ ആ ചട്ടിയുടെ സൈഡ് കണ്ടോ ഇങ്ങനെ പൊട്ടിയിരിക്കുന്നത്. ഭയങ്കര ഒരു ഒച്ച കേട്ടു കേട്ടോ, പേടിച്ച് പോയി. ഇതിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് എൻ്റെ അടുക്കളയിൽ ഇങ്ങനെ ഒരു പൊട്ടിത്തെറി ഉണ്ടാകുന്നത്. ഇതിന് മുന്നേ ഇതേപോലെ ഒരു ചട്ടി പൊട്ടിത്തെറിച്ചായിരുന്നു. പിന്നെ ഞാൻ എന്തായാലും സ്റ്റീലിൻ്റെ ചട്ടി വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് ഉലുവയും കടുകും ഒക്കെ പൊട്ടിച്ചിട്ടുണ്ട്. ഇന്നെന്താണെന്നറിയില്ല കേട്ടോ, മൊത്തത്തിൽ വെള്ളിയാണ്, നാക്ക് മൊത്തം ഉളുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞു പോകുന്നതുകൊണ്ടായിരിക്കും. അപ്പം കടുകൊക്കെ പൊട്ടി. അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. എനിക്ക് തന്നെ ചിരി വരുന്നുണ്ട്. ഞാൻ ഈ എഡിറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ സാധാരണ ഇങ്ങനെ നാക്കുളിക്കുക, അപ്പം ഞാനത് കട്ട് ചെയ്തിട്ട് വീണ്ടും പറയാറാണ് പതിവ്. പക്ഷേ ഇതിപ്പോൾ ഇങ്ങനെ ഒറ്റ സ്ട്രെച്ചിൽ അങ്ങ് പറഞ്ഞു പോകുന്നതുകൊണ്ട് കട്ട് ചെയ്താൽ ഞാൻ ഒന്നേന്ന് ആദ്യം പോലെ പറയേണ്ടി വരും, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ പച്ചമുളകും കൂടെ ഒക്കെ കീറി ഇട്ടിട്ടുണ്ട് അതിലേക്ക്. ഇനി അതൊന്ന് നന്നായിട്ട് വഴന്ന് വരുമ്പോഴത്തേക്കിന് നമ്മളിതിന് മസാല ചേർക്കാൻ പോവുകയാണ്. അപ്പോൾ വീട്ടിൽ സ്ഥിരമായിട്ട് അപ്പൻ എന്നെ ചീത്ത വിളിക്കുന്ന കാര്യമാണ്. കാരണം ഞാൻ ഈ മുളക് പൊടി മൂപ്പിക്കുമ്പോഴത്തേക്കിന് എല്ലാവരും തുമ്മാൻ തുടങ്ങും. അന്നേരത്തേക്കിന് പപ്പ എന്നെ വഴക്കും പറയും. അതുകൊണ്ട് ഞാൻ അടുക്കളയുടെ കഥ അടച്ചിട്ടിട്ട് പപ്പയും കൊച്ചും ഒക്കെ പുറത്തിരിക്കുകയായിരുന്നു. അപ്പോൾ ആ കഥ അടച്ചിട്ടിട്ടാണ് ഇത്തവണ ഇത് ചൂടാക്കിയത്. അപ്പം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇച്ചിരി ഉലുവാപ്പൊടിയാണ് കേട്ടോ ഞാൻ ഇട്ടത്. വേറെ പൊടികളൊന്നും ചേർത്തിട്ടില്ല. അതൊന്ന് മൂത്ത് വന്നപ്പോഴത്തേക്ക് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. പച്ചവെള്ളം ഒഴിക്കുന്നത്, ചിലർ ചൂടുവെള്ളം ഒഴിക്കുന്നവരുണ്ട്. ഞാൻ പച്ചവെള്ളമാണ് ഒഴിച്ചത്. അപ്പോൾ ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമ്മൾ ഇച്ചിരി പുളിയൊക്കെ ചേർത്ത് കൊടുക്കണം, ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒന്ന് തിളച്ച് വരുന്നിടം വരെ അങ്ങനെ വെച്ചതാണ് കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം
ഞാൻ എപ്പോഴും പുളി ആ ചുള അങ്ങനെ ഇടാറാണ് പതിവ്. കാരണം ഇന്ന് ഞാനിങ്ങനെ വെള്ളത്തിൽ കുതിർത്തിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിലൊരു 3 ടൈപ്പ് പുളി ഇരിപ്പുണ്ട്. അതിലേതോ ഒരു പുളിക്ക് കയ്പുണ്ട്. അത് ഏതാണെന്ന് ഇതുവരെ എന്നാൽ എനിക്കത് തിരിച്ചറിയാനും പറ്റിയിട്ടില്ല. ഞാനതിങ്ങനെ 3 കവറിലാണ്. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് അങ്ങ് എടുക്കുമ്പോൾ അത് ശ്രദ്ധിക്കാറില്ല കേട്ടോ. അപ്പോൾ ഇത് കയ്പുള്ള പുളിയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചത്. അത് ആ വെള്ളം തൊട്ട് നോക്കിയപ്പം അതിനങ്ങനെ കയ്പൊന്നും തോന്നിയില്ല. അതുകൊണ്ട് അത് അങ്ങോട്ട് നമ്മുടെ ഗ്രേവിക്കകത്തോട്ട് ഇട്ടു. എന്നിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു, കഷ്ണവും ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. വെള്ളം തിളച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും നന്നായിട്ട് ഒരു കഷ്ണവും ഇട്ട് കൊടുത്തു. അപ്പോൾ ഇനി നമ്മുടെ മീൻകറി ഇവിടെ ഇരുന്ന് വേകട്ടെ എന്ന് വെക്കാം. അതൊന്ന് നന്നായിട്ട് ഇളക്കി ആ ഒരു കഷ്ണങ്ങളെല്ലാം ആ ചാറിനകത്തേക്ക് മുക്കിയിട്ടിട്ട് നമുക്ക് ഇത് അവിടെ ഇരുന്ന് വേകട്ടെ. ശരിക്കും ഒരു 4 ബർണറൊക്കെയുള്ള അടുപ്പിൻ്റെ ആവശ്യകത ഈ സമയത്തൊക്കെയാണ് കേട്ടോ ഞാൻ തിരിച്ചറിയുന്നത്. അപ്പോൾ മീൻകറി അവിടെ വേവാൻ വെച്ച സമയത്ത് നമ്മളിവിടെ കുറച്ച് തേങ്ങ വറക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിനിടയിൽ ഞാൻ ഉണ്ണിക്കുട്ടൻ്റെ അടുത്തോട്ട് പോകുന്നതുകൊണ്ടാണ് എനിക്ക് പകുതി വീഡിയോ കിട്ടാത്തത് കേട്ടോ. അപ്പോൾ ആ തേങ്ങ അവിടെ വറുത്ത് വന്നപ്പോഴത്തേക്കിനും മമ്മി മീൻകറിയൊക്കെ ഓഫ് ചെയ്തു. അന്നേരം ഞാനും ഉണ്ണിക്കുട്ടനെ കുളിപ്പിക്കാനൊക്കെ പോയായിരുന്നേ. അന്നേരം മമ്മി വെളിച്ചെണ്ണയും അതേപോലെ പച്ചക്കറിവേപ്പില ഇടാൻ മറന്നുപോയി. പിന്നെ ഞാൻ വന്നപ്പം ഇച്ചിരി കറിവേപ്പില ഇട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചതാണ് കേട്ടോ. അപ്പോൾ അടുത്തത് ഇനി നമ്മുടെ ബീഫ് കറി വെക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് എണ്ണയൊഴിച്ച് കടുകും പൊട്ടിച്ച് ഇനി കുറച്ച് സവോള വഴറ്റാനിടുവാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നമ്മൾ ഓൾറെഡി നന്നായിട്ട് ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് വേവിച്ചപ്പം. അപ്പോൾ ഇനി ഈ സവോള ഒന്ന് വാടിക്കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇടുകയാണ്. ഈ ഉപ്പിടുമ്പോൾ കൂടിപ്പോരുത് കേട്ടോ. കാരണം നമ്മൾ ബീഫ് വേവിച്ചപ്പോഴൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ സവോളയെല്ലാം ഒന്ന് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഈ സവോള വാടി വരുമ്പോൾ നമ്മൾ അതിനകത്തോട്ട് ഇനി മുളക് പൊടിയൊക്കെ ചേർക്കാൻ പോവുകയാണ്. മുളക് പൊടി അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി ഒക്കെ ചേർക്കുകയാണ്. സോറി, ഇത് കറി വെക്കാനല്ലായിരുന്നു കേട്ടോ. ഇത് നമ്മൾ വീണ്ടും പിറ്റേ ദിവസത്തേക്കുള്ള ബീഫ് വരട്ടാൻ വെച്ചതാണ്. എനിക്ക് തന്നെ കൺഫ്യൂഷനാണ്. ഇതിപ്പം നമ്മൾ പലതായിട്ട് ഉണ്ടാക്കിയത് കൊണ്ടേ. അപ്പോൾ ഇത് വരട്ടാനുള്ള ബീഫായിരുന്നു. അപ്പോൾ മുളക് പൊടിയും കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നമ്മൾ അതിനകത്തേക്ക് കുറച്ച് ബീഫിൻ്റെ കഷ്ണം മാത്രം പെറുക്കിയിടുകയാണ്. എന്നിട്ട് അത് നന്നായിട്ട് ആ ഒരു ചാറൊക്കെ പറ്റിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ഫുൾ അങ്ങനെ അങ്ങ് വരട്ടിയെടുക്കുന്നില്ല, ഇങ്ങനെ ഒന്ന് തിരിച്ച് വെക്കുന്നതേ ഉള്ളൂ. കാരണം നമുക്ക് പിറ്റേ ദിവസം കഴിക്കാനുള്ളതാണല്ലോ. ഇനി നമ്മൾ ബീഫ് കറി വെക്കാൻ വേണ്ടിയിട്ട് പോവുകയാണേ. അപ്പോൾ അത് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ടുണ്ട്, കുറച്ച് സവോള ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സവോള ഒന്ന് വാടിക്കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പിന്നെ 2 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഇനി അതൊന്ന് വാടിക്കിട്ടാൻ വേണ്ടി ഇച്ചിരി ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു, അത് കാണിച്ചില്ല. അത് കഴിഞ്ഞിട്ട് അത് നന്നായിട്ട് വാടി വരുമ്പോഴത്തേക്കിന് വേണ്ട ഇവിടെ നമ്മൾ ബീഫ് റോസ്റ്റ് ആക്കാൻ വെച്ചത് വരട്ടാൻ വെച്ചത് ഇങ്ങനെ വെള്ളമൊക്കെ പറ്റിയിരിക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഉണങ്ങി നല്ല ഇതാകണം കേട്ടോ. നല്ല ബ്ലാക്ക് കളറൊക്കെ ആയിട്ട് കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മളിന്ന് അത്രയും അങ്ങനെ ആക്കുന്നില്ല. ഇപ്പോൾ ഈ ഒരു പരുവത്തിലേക്ക് ഇരുന്നിട്ട് പിറ്റേ ദിവസം ചൂടാക്കുമ്പോഴത്തേക്ക് കറക്റ്റ് ആയിക്കോളൂല്ലോ. അപ്പോൾ നമ്മുടെ കറിക്കുള്ള സവോളയും ഇവിടെ വഴറ്റിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ വറുത്ത തേങ്ങ അരച്ചതാണ് കേട്ടോ ഇപ്പോൾ ചേർക്കുന്നത്. ആ തേങ്ങ വറുത്ത് നന്നായിട്ട് അത് അരച്ച് അധികം വെള്ളം ഇല്ലാതെ അരച്ചെടുക്കണം. അത് ഇട്ടിട്ട് ആ അരപ്പൊന്ന് തിളയ്ക്കുമ്പോഴത്തേക്കിനും നമ്മൾ അതിലേക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ആ അരപ്പൊന്ന് ഇതാകാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം, അരപ്പൊന്ന് തിള വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് അരപ്പൊക്കെ നല്ല മൂത്ത് വരുന്നുണ്ട്. അത് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ, ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കും. ഒക്കെ ഉണ്ടോ. അപ്പോൾ അരപ്പ് നന്നായിട്ട് തിളച്ചപ്പോഴത്തേക്കിന് ഇത് നമ്മൾ ആ ബീഫ് വേവിച്ച വെള്ളമാണ് കേട്ടോ, അല്ലാതെ വേറെ വെള്ളമല്ല നമ്മൾ ചേർക്കുന്നത്. ബീഫിനകത്ത് നല്ല വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. ഇത് മുഴുവൻ ആ ബീഫ് വേവിച്ച വെള്ളമാണ്. അത് കഴിഞ്ഞിട്ട് കാരണം നമ്മൾ പല പ്രാവശ്യം വരട്ടാൻ എടുത്തപ്പോഴും അതിനകത്തോട്ട് നമ്മൾ ചാറെടുക്കുന്നില്ലല്ലോ, കഷ്ണം മാത്രമല്ലേ കോരിയെടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ബാക്കി ആ ഒരു കഷ്ണവും ചാറും ഉള്ളതും കൂടെ അതിലേക്ക് അങ്ങ് ഒഴിച്ചു കേട്ടോ. അപ്പം ഇത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ ബീഫ് കറിയും റെഡിയായി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ മമ്മിയുടെ കറി, അടിപൊളി കറിയായിരുന്നു. അപ്പോൾ നമ്മൾ ബീഫ് കറിയും റെഡിയായി, തിളച്ചു. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡിയായി. ബീഫ് ഉലർത്തിയതും നമ്മൾ പകുതി പരുവത്തിൽ നിർത്തിയേക്കാണ് കേട്ടോ. അതിന് പിറ്റേ ദിവസത്തേക്ക് നന്നായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി അടുത്ത ദിവസം അപ്പം ഉണ്ടാക്കാനുള്ള അരി വെള്ളത്തിലിടാൻ പോവുകയാണ്. ഇതൊരു വെറൈറ്റി അപ്പമാണ്. എന്തായാലും ഞാനും ഫസ്റ്റ് ടൈമാണ് കഴിക്കാൻ പോകുന്നത്. കള്ളപ്പമാണ്, പക്ഷെ അത് വേറൊരു രീതിയിൽ ചുട്ടതാണ്. അപ്പോൾ ഇത് സക്സസ് ആണോ ഇല്ലയോ എന്ന് മമ്മി പറഞ്ഞപ്പോൾ എനിക്ക് വിശ്വാസം വന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം, പിന്നെ കാണിച്ചു തരാം എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ നമ്മൾ അരിയും തേങ്ങയും ഒരു പാത്രത്തിൽ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കള്ളാണ് കേട്ടോ ഈ ഒഴിക്കുന്നത്. നല്ല തെങ്ങും കള്ളായിരുന്നു. അപ്പോൾ ആ കള്ള് ഒഴിച്ചിട്ട് പിന്നെ കുറച്ച് ചോറ് അതിലേക്ക് ഇട്ട് വെക്കുന്നുണ്ട്, പിന്നെ കുറച്ച് ജീരകം. ഇത്രയും സാധനങ്ങൾ നമ്മൾ ആ ഒരു കള്ളൊഴിച്ച് മിക്സ് ചെയ്ത് വെക്കണം. പിന്നെ വെളുത്തുള്ളിയും കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ ആ കള്ളൊഴിച്ച് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുന്നുള്ളൂ, ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കത്തില്ല. കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് കുതിരാൻ വെക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ, അതായത് നമ്മൾ അപ്പം ചുടുന്ന അന്ന് രാവിലെയാണ് കേട്ടോ ഈ അരി അരയ്ക്കുന്നത്. ഞാനും നമ്മളൊക്കെ തലേ ദിവസം അരച്ച് വെച്ചിട്ട് പിറ്റേ ദിവസം അപ്പം ചുടുന്ന ആൾക്കാരല്ലേ. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് എനിക്ക് മമ്മി പറഞ്ഞപ്പോൾ വിശ്വാസം വരാഞ്ഞുകൊണ്ടാണ് കേട്ടോ ഞാനതൊന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അടുക്കളയിൽ നെയിൽ പോളിഷ് എല്ലാം ഇരിക്കുന്ന കണ്ടിട്ട് മമ്മീനെ വഴക്കൊക്കെ പറയുമായിരുന്നു. അപ്പോൾ അതിനിടയിൽ എൻ്റെ ചെക്കൻ വന്നിട്ട്
വന്ന് എടുത്ത വീഡിയോ ആണ് ഇത്. അമ്മയ്ക്ക് യൂട്യൂബിൽ ഇടാനുള്ള വീഡിയോ ഞാൻ എടുത്തു തരാമെന്ന് പറഞ്ഞാൽ അവൻ്റെ വണ്ടിയുടെ വീഡിയോ ഒക്കെ അവൻ എടുത്തതാണ് കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു കുഞ്ഞല്ലേ, അവൻ ആഗ്രഹിച്ചെടുത്ത് തന്നിട്ട് അത് ഞാൻ ഇട്ടില്ലെങ്കിൽ അവന് വിഷമമാകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ വീഡിയോയും കൂടി ഇതിൻ്റെ കൂടെ ഇട്ടതാണേ. അപ്പോൾ നമ്മൾക്ക് പിറ്റേ ദിവസത്തേക്കുള്ള എല്ലാ സംഭവങ്ങളും റെഡി ചെയ്ത് നല്ല അടിപൊളി മീൻ കറി ആയിട്ടുണ്ട്. കുടംപുളി ഇട്ട് വെച്ച മീൻ കറി, അതുപോലെ തന്നെ ബീഫ് കറി. ഇപ്പോൾ എനിക്ക് എഡിറ്റ് ചെയ്യുമ്പോൾ തന്നെ എൻ്റെ വായിൽ കൂടെ വെള്ളം വരുന്നത്. അപ്പോൾ നോയമ്പ് ഉണ്ടായിരുന്ന സമയത്ത് എൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് ഓർത്ത് നോക്കുക. ബീഫ് ഉലർത്തിയത്, അതുപോലെ നമ്മുടെ മോരുകറിയുടെ ബാക്കിയുണ്ട്. പിന്നെ ഇത് ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടി പപ്പയ്ക്കൊക്കെ കൊടുക്കാൻ വേണ്ടി വളർത്തിയ ബീഫ്. അങ്ങനെ അതേ പണിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് 10-11 മണി ആയിട്ടുണ്ട് കേട്ടോ. അടുക്കളയെല്ലാം ക്ലീൻ ചെയ്തിട്ടു. ഇനിയിപ്പം കുളിച്ചിട്ട് കിടന്ന് ഉറങ്ങുകയാണ്. നമ്മൾ രാത്രി പള്ളിയിൽ പോകുന്നില്ല, കാരണം പപ്പയ്ക്കും രാത്രി വണ്ടി ഓടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ ഉണ്ണിക്കുട്ടനാണെങ്കിൽ ഉറക്കക്ഷീണം കിടക്കുമല്ലോ. അങ്ങനെ ഞാൻ കുളിച്ചിട്ടൊക്കെ വന്നപ്പോഴത്തേക്കിന് ഈ ഉണ്ണിക്കുട്ടൻ ഇങ്ങനെ ഉറങ്ങാതിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ ഇനി ഉറങ്ങാൻ പോവാണേ. ഗുഡ് നൈറ്റ്. ഗുഡ് ബൈ കേട്ടോ. എനിക്കൊരു ഉമ്മയും കൊടുത്തു.